നമസ്കാരം ഗൈസ്, ജിത്തിനാണ്. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചില അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൈവശം അല്ലെങ്കിൽ ശത്രുദോഷമൊക്കെ നമുക്ക് കളയാൻ പറ്റുന്ന. ഞാനത് ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തേക്കുന്നത് എനിക്ക് കുറച്ചുകൂടി പവർഫുള്ളായിട്ട് തോന്നിയതും ആയിട്ടുള്ളൊരു അമ്പലം എന്ന് പറയുന്നത് മാസാണിയമ്മൻ കോവിൽ, തമിഴ്നാട്ടിൽ. അത് നമ്മളിവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പാലക്കാട് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ പഴനിക്ക് പോകുന്നത്. പഴനിക്ക് പോകുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ മാസാണിയമ്മൻ കോവിൽ. എക്സാക്റ്റ് പറഞ്ഞാൽ പൊള്ളാച്ചി ആ സൈഡിലൊക്കെയാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മുള കരക്കണ പരിപാടിയുണ്ട്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പരിപാടി ഉണ്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കണം. അതായത് നിങ്ങളെപ്പോഴെങ്കിലും പഴനിക്ക് പോകുന്നതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ശത്രുബാധയും കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അലച്ചിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ റിച്വൽസ് ഒന്ന് ചെയ്യുക. അതായത് നമ്മൾ പോകുമ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം ഉച്ചയ്ക്ക് ശേഷം അമ്പലം അടയ്ക്കും. അവിടെ തമിഴ്നാട് അമ്പലങ്ങളൊക്കെ 12 മണിയാകുമ്പോൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് തുറക്കുള്ളൂ. അതും ഇടദിവസങ്ങളിൽ പോകാൻ നോക്കുക. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു അമ്പലമാണത്. ഓക്കെ, ഇവിടെ പോകേണ്ട സമയത്ത് നമുക്ക് വേണ്ടത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ അവർ നമ്മളെ പറഞ്ഞേൽപ്പിക്കും. തമിഴന്മാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളിലോട്ടൊക്കെ പോകണമെങ്കിൽ കുറേ സാധനങ്ങൾ നമുക്ക് പറഞ്ഞേൽപ്പിക്കും. നമുക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി. ഒരു പാക്കറ്റ് മുളക് അത് അവിടെ തന്നെ മേടിക്കാൻ കിട്ടും. പിന്നെ പഴം, പിന്നെ ഇവർക്ക് അവിടെ ഒരു 50 രൂപയുടെ റെസിപ്റ്റ് എടുക്കാനുണ്ട്. അത് നമ്മുടെ ക്ഷേത്ര കൗണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കണം. ഇതും പിന്നെ ഇത് അരയ്ക്കാൻ ആൾക്ക് എന്തെങ്കിലും ചെറിയൊരു ദക്ഷിണയും കൊടുക്കണം. ഇത്രയും ചെയ്താൽ മതി. ഏറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപയുടെ ചിലവിന് താഴെയുള്ളൂ, മൊത്തം വരുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ ദേവി എന്ന് പറയുന്നത് കിടക്കുന്നൊരു ദേവിയാണ്, നേരെ കിടക്കുന്നൊരു ദേവിയാണ്. ആ ദേവിക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. എൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാർട്ട്ണറായിട്ട് ഇവിടെ വന്ന് തൊഴുതോളാം, ദേവിക്ക് ഒരു മാലയും ഇട്ടോളാം, രണ്ടുപേരും കൂടി ചേർന്നൊരു മാല ഇട്ടോളാം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകാണ്ട് കല്യാണം നടത്തുന്നുണ്ട്. കാരണം തമിഴന്മാർക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം നമ്മുടെ ഫാമിലിയിൽ കുറേ പേർക്കൊക്കെ ഇത് ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. അപ്പം ഇവിടെ പോയിട്ട് മുളക് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശത്രുബാധ അല്ലെങ്കിൽ ശത്രുക്കളെ ചെയ്യുന്ന പരിപാടികൾ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാം. ഭയങ്കര പവർഫുള്ളായിട്ടൊന്നുമല്ല, ചെറിയ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എടുത്ത് പറ്റാൻ പറ്റും. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലരും പോയിട്ട് ചെയ്യാൻ വേണ്ടി ചില ആളുകളടുത്ത് പോയി ചെല്ലും. ഇവർ ചെയ്യുന്നത് ഭയങ്കര കൊടൂരമായ ക്രിയകളാണ്. അത് നമ്മൾ നമ്മുടെ അതിൻ്റെ സ്ട്രെങ്ത് നോക്കിയിട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ഒരു വിദ്യയും കൂടി ഒന്ന് നോക്കിക്കോളൂ. ഏതെങ്കിലും പഴനിക്കൊക്കെ പോകണമെങ്കിൽ ചുമ്മാ ഒന്ന് പോയി അമ്പലത്തിൽ തൊഴുതിട്ട് നിങ്ങൾ അവിടുത്തെ പവർ എടുത്തിട്ട് വായോ. അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.